എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് വേൾഡ് ലൂട്ടിലേക്ക് സ്വാഗതം. ഈ ചാനൽ നടത്തുന്ന ഗിവ് അവേയിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ ഒന്ന് കാണുക. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിയില്ല. വീഡിയോയുമായി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ഈ മാനേജ്മെന്റ് ബിസിനസ് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കൽ പോലും മലയാളി ഫുട്ബോൾ ആരാധകരുടെ ഫുട്ബോൾ പ്രണയത്തെ സ്വാധീനിക്കാൻ ഈ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല. ഈ സീസണിന്റെ തുടക്കത്തിൽ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയായി ഉണ്ടായിരുന്നത് അനസിനെ ടീമിൽ എത്തിച്ചതും സന്ദേശ് ജിങ്കനെയും CK വിനീതിനെയും നിലനിർത്തിയതുമാണ്. കോടികൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇതിനു വേണ്ടി ഒഴുക്കിയത്. എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല കിരീട സാധ്യത ഇനി തീരെയില്ല. ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ ടീമിൽ ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥിതിക്ക് കോടികൾ പ്രതിഫലം പറ്റുന്ന താരങ്ങളായ CK വിനീതിനെയും കഴിഞ്ഞ 5 വർഷമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കനെയും മലയാളി ഡിഫൻഡർ അനസ് എർത്തോഡിഗയെയും വിൽക്കാനൊരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സീസണിൽ ശേഷിക്കുന്ന മത്സരങ്ങൾക്ക് 2ാം നിര താരങ്ങളെ ഇറക്കി ചിലവ് കുറക്കാനുള്ള ബിസിനസ് തന്ത്രമാണോ മാനേജ്മെന്റ് പയറ്റുന്നത്? ഇത് ഈ ടീമിനെ ചങ്കു പറിച്ച് സ്നേഹിക്കുന്ന ആരാധകരെ ചതിക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ ഇനി നമുക്ക് ഒരു മികച്ച വിദേശ കോച്ചിനെ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട ശേഷം നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ നടത്തുന്ന ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക.